അവരത് പെരുമൈ ഇന്ത്യക്കുള്ളിൽ താനായിരുന്നത് അല്ലേ വെളിനാട്ടിലും വെളിനാട്ടിലും ഇരുന്നത് മഹാരാഷ്ട്ര അല്ലേ നോ അല്ലാതെ ആ ചോദ്യം ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കി കൊടുക്കും. ദിസ് പർട്ടിക്കുലർ പേഴ്സൺ ഹാസ് സെൻറ്റേഡ് ഹിസ് ആക്ടിവിറ്റീസ് ഇൻ മഹാരാഷ്ട്ര ആമാം ആണോ? അവരത് ഓട്ടോബയോഗ്രഫിയുടെ പേര് ഓട്ടോബയോഗ്രഫി ഓഫ് എൻ ഇൻകറക്റ്റ് സ്പിരിച്വൽ എന്നത് തന്നെ. Whether the name of his autobiography is titled as The Autobiography of an Incorrect Spiritual. அல்ல இதான் நினைக்கிறேன் சார். அல்லே அல்ல வேணா செக் பண்ணுங்க. எங்க அச்சம் இல்லாது இருக்குமோ அங்க அன்பு வரும் என்னவர் சொல்லிட்டு இருக்கிறதா? Where there is no fear, there love originates. யா அப்படியெல்லாம் அப்படி அப்படி மாதிரி சொல்லியிருக்கு. அவர் அவங்களுக்கு உயிருக்காக ஒரு விபத்துக்கு அட்டெம்ப்റ്റുകൾ മുയற்சிകൾ ഇരുന്നത് എന്താണ്? അല്ല അവിടെ അല്ല, ഞാൻ ഈ കാണുന്ന പ്രേക്ഷകരോട് പറഞ്ഞതാ, സോറി, അതെ ഒരു തമാശയ്ക്ക് ചെയ്തു പോയതാ, മാപ്പ്. തെറി വിളിച്ചു തുടങ്ങി പ്രേക്ഷകരെ. ഓക്കെ, ഇത് മലയാളം പരിപാടിയാണെന്ന് വിചാരിച്ചാണ് നമ്മൾ കാണാനിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ട്രോളാനൊരു കാരണം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. സർ, ഇനി ആ ചോദ്യത്തിലേക്ക്, ഞാൻ തൊട്ട് മുൻപ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്ന് ചെക്ക് ചെയ്യാമോ? ഓട്ടോബയോഗ്രഫി ഓഫ് എൻ ഇൻകറക്റ്റ് സ്പിരിച്വൽ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ പുസ്തകം? യെസ്, ഉണ്ട്. ഹി വാസ് നെവർ ബോൺ ആൻഡ് ഹി നെവർ ഡൈഡ്, ഹി ജസ്റ്റ് വിസിറ്റഡ് ദ പ്ലാനറ്റ് എർത്ത് എന്ന് അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ, ഉറപ്പിക്കേണ്ട, തെറ്റു പറയണ്ട. യെസ്, കെമിക്കൽ പോയിസണിങ്ങിലൂടെ വധശ്രമത്തിന് വിധേയനായി എന്ന് പിന്നീട് രേഖപ്പെടുത്തിയ ഒരു ജീവിതമാണത്. അസാമാന്യമായ ഉൾക്കാഴ്ചയോടുകൂടി കാലത്തിന് മുൻപേ ജീവിച്ച ഒരു മനുഷ്യനാണത്. മനുഷ്യൻ എന്നത് നിരന്തരമായ ആത്മസ്വാതന്ത്ര്യത്തിൻ്റെ അടയാളപ്പെടുത്തലിൻ്റെ ഉടമകളാകണം എന്ന് പ്രചോദിപ്പിച്ച ഒരു വിജ്ഞാനിയാണത്. ഒരുപക്ഷെ ഈ വർത്തമാനകാലത്തിൽ മോട്ടിവേറ്റർമാരുടെയും ഇൻസ്പിറേഷണൽ സ്പീക്കേഴ്സിൻ്റെയും യൂട്യൂബ് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള മെൻറ്റർമാരെയും തട്ടി നടക്കാൻ കഴിയാത്തത്ര തിരക്കുള്ള ഈ കാലത്തിനൊക്കെ വളരെ മുൻപ് ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ആത്മചൈതന്യത്തിൻ്റെ കൃത്യതയാർന്ന മോട്ടിവേഷനുകൾ പകർന്നു കൊടുത്ത ഒരു ധിഷണാശാലിയാണത്. ജനിച്ചില്ല, മരിച്ചില്ല, ഈ ഗ്രഹം സന്ദർശിച്ചത് മാത്രമാണ് എന്ന് കല്ലറയിൽ എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ ഇൻകറക്റ്റ് സ്പിരിച്വൽ എന്നാണ്. ഒരു ഇൻകറക്റ്റ് സ്പിരിച്വൽ എന്ന് സ്വയം വിശേഷിപ്പിക്കാനുള്ള ആർജവമുള്ള മനുഷ്യൻ കൂടിയാണത്. കാതലുള്ള ഒരു കലാപകാരിയാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയും അദ്ദേഹത്തിൻ്റെ റെക്കോർഡഡായ മുൻകാല പ്രസംഗങ്ങളിലൂടെയും ഞാനടങ്ങുന്ന ഒരുപാട് ആളുകൾ വല്ലാതെ കണ്ട് ആരാധിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ഓഷോ രജനീഷാണ് മനസ്സിൽ, അല്ലേ? രജനീഷ് ചന്ദ്രമോഹൻ ജെയിൻ, ഭഗവാൻ രജനീഷ് എന്നും പിന്നീട് ഓഷോ എന്നും അറിയപ്പെട്ടിരുന്ന ഭാരതീയനായ ആത്മീയ ഗുരു. വിവാദമായി മാറിയ ഓഷോ രജനീഷ് മതാശ്രമങ്ങളുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ പ്രസിദ്ധനായിരുന്നു. ഇന്ത്യയിലും അമേരിക്കയിലുമായി ജീവിച്ചിരുന്ന രജനീഷ് അല്പകാലം ഫിലോസഫി പ്രൊഫസറായി ജോലി ചെയ്തിട്ടുണ്ട്. ആത്മീയമായ വെളിപാടുണ്ടായതിനു ശേഷം ഭാരതീയ താന്ത്രിക വിദ്യയെ ആസ്പദമാക്കി ആശ്രമ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും നിരവധി പേരെ ശിഷ്യരായി സ്വീകരിക്കുകയും ചെയ്തു. ലോകമെമ്പാടും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവർ നിരവധിയാണ്.